നല്ല കഥകളുള്ള ഉണ്ട്. ഇത് എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുക, ഇങ്ങനെ പാടത്തോട്ട് പോവുക. അപ്പോൾ ഇടുക്കുള്ള അദ്ദേഹത്തെ കണ്ട ആദ്യം അവിടെ അദ്ദേഹത്തിന് ഭയങ്കര പരിചയക്കാരൻ. ഇടുക്കുള്ള അദ്ദേഹം അങ്ങോട്ടാ ആ പാടത്തോട്ട് പോവാ. കൂടെ ഉള്ളത് നമ്മുടെ കാര്യസ്ഥൻ ലോഹിതാക്ഷി. ഒരു കാര്യം അറിയാം, അവിടെ അവൻ ഉടുത്തിരിക്കണ മുണ്ട് എന്റേതാ. ലോഹിതാക്ഷൻ ചോദിച്ചു, അങ്ങനത്തെ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇന്നൊരു ദിവസം അങ്ങനത്തെ മുണ്ട് ഞാൻ ഉണ്ട്. ഇത് പിന്നെ ചേറുള്ള മുണ്ട് നാട്ടുകാർ കാണണ്ടെന്ന് കരുതിയാ ഞാൻ അങ്ങനെ മുണ്ടെടുത്ത് കൊടുത്തു. അങ്ങനത്തെ മുണ്ടെടുത്തു കൊടുത്തു. ഇത് നാട്ടുകാരോട് പറയേണ്ട വല്ല കാര്യമുണ്ട്. ഞാൻ ഇങ്ങനെ അന്നേ വരുന്നില്ല, വണങ്ങുവാന്നോ. ഇടുക്കുള്ള അദ്ദേഹം പറഞ്ഞു, നീ വിഷമിക്കണ്ട ലോഹി, ഞാൻ ഇനി മേലാൽ പറയത്തില്ല. അപ്പൊ ലോഹിതാക്ഷൻ പറഞ്ഞു, മേലെ പറയത്തില്ലല്ലോ. പറയത്തില്ല. വീണ്ടും നടക്കും. അങ്ങനെ പോയപ്പോ വീണ്ടും ഇതാ വരുന്നു ഒരു സുന്ദരിയായ സ്ത്രീ. മുത്തച്ഛന്റെ ഞാൻ പറഞ്ഞില്ലേ ആജാനുബാഹുവാണ്. കാണുമ്പോ തന്നെ അവർക്കൊരു നാണവും കാര്യങ്ങളും സോങ് സീക്വൻസിന്റെ മണമൊക്കെ അടിക്കുന്നുണ്ടല്ലേ. അത് നീ എന്നാന്ന് വെച്ചാ അങ്ങ് കഴിക്കോ. അവൻ മുത്തച്ഛനോട് ചോദിച്ചു, അങ്ങനെ നോട്ടാ സുന്ദരിയാന്നേ. അപ്പൊ മുത്തച്ഛൻ ഗമ വിടാതെ പറഞ്ഞു, അവൻ പാടത്തോട്ട് പോവാടി. കൂടെയുള്ള എന്റെ കാര്യസ്ഥൻ ലോഹിതാക്ഷൻ, അവൻ ഉടുത്തിരിക്കുന്ന മുണ്ട് അവന്റേത് തന്നെയാ. ലോഹിതാക്ഷൻ പറഞ്ഞു, അങ്ങനത്തെ ആളുകൾ പിന്നെ അവരവരുടെ മുണ്ടല്ലാതെ മറ്റുള്ളവരുടെ മുണ്ടാതെ എന്നെ നാണം കെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ? മലയാളി ഇത് പറയേണ്ട കാര്യമില്ല. ഈ മുണ്ടിന്റെ കാര്യം അവർ ചോദിച്ചായിരുന്നു. ചോദിച്ചപ്പോ പറഞ്ഞാ പോരായോ? അത് ശരിയാന്നല്ലോടാ ലോഹിതാക്ഷ, ഞാൻ ഇനി അങ്ങനെ പറയത്തില്ല. അല്ല ഞാൻ വരുന്നില്ല, ഞാനിനി അങ്ങനെ പറയത്തില്ല. അല്ല ഞാൻ വരുന്നു, ഞാനിനി അങ്ങനെ പറയത്തില്ല എന്ന് പറഞ്ഞില്ലേടാ. വീണ്ടും പോയി പാടത്തോട്ട് പോവുക. പോയപ്പോ വേറൊരാള് മുത്തച്ഛനോട് ഇവിടെ അദ്ദേഹത്തോടെ ഇടുക്കുള്ള അദ്ദേഹത്തോട് ഇക്കാവരുന്നു. ഇക്ക ചോദിച്ചു, അച്ചി ഇടുക്കുള്ള അച്ചി എങ്ങോട്ടാണ്? ഇടുക്കുളത്തി എങ്ങോട്ടാണ്? പറഞ്ഞു, ഞാൻ അവിടെ പാടത്തോട്ട് പോവാ. ഇക്കെ കൂടെ നമ്മുടെ കാര്യസ്ഥൻ ലോഹിതാക്ഷന് ഒരു കാര്യം അറിയാവോടും, അവൻ ഉടുത്തിരിക്കണമുണ്ട് എന്റേതുമല്ല അവന്റേതുമല്ല. ഈ തമാശയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, എന്റെ അപ്പച്ചന് കിട്ടി. ഡയറക്ടർ ഞാൻ മനസ്സിൽ കാണും. വേറെ കഥ ഉണ്ടോ? ഈ പടം 100-150 ദിവസം. ഇതാണ് സാർ ഇതെന്റെ തന്നെ എന്റെ അസോസിയേറ്റ് ആണ് സാർ. മനസ്സിലായില്ല. ഞാൻ ഡയറക്ടർ ചെയ്യുമ്പോൾ എന്നെ സഹായിക്കുന്ന കുട്ടിയാണ്. സഹായിക്കുന്ന കുട്ടിയാണ്. എന്നാ വാങ്ങയാടി? പേരറിയില്ല സാർ, നല്ല ടേസ്റ്റാ. പേരറിയണ്ടായോ? എന്റെ അമ്മച്ചിയാണേല് ഒറ്റ നോട്ടത്തിൽ പറയും ഏതാ വാങ്ങുന്നത്. സൂര്യ മരുന്നടിച്ചിട്ടുണ്ടോ? ഈ മാങ്ങയിൽ മരുന്നടിച്ചിട്ടുണ്ടോ? ആ, എനിക്കൊരു കുഴപ്പമുണ്ട്. ഞാൻ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരിങ്ങനെ വാ നോക്കി ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. പലരുടെയും മുഖം കാണുമ്പോൾ എനിക്ക് കൊടുക്കണമെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ കൊടുക്കത്തില്ല. നിനക്ക് വേണോ ചോദിച്ചേ? എനിക്കൊരു കുഴപ്പമുണ്ട്, ഇങ്ങനെ തിന്നാൻ നിങ്ങളെ തോന്നുന്നു. ഇനി അത് തിരിച്ചെടുക്കാം. ഈ പ്രഭാകരൻ ആളെങ്ങനെയാണോ? നിങ്ങളുടെ സ്റ്റുഡിയോ മാനേജർ ഇവിടെ വെച്ച് പരിചയപ്പെട്ടു. തങ്കപ്പെട്ട മനുഷ്യനൊക്കെ ആയിരിക്കും, പക്ഷേ കൃത്യനിഷ്ഠ. 1/2 മണിക്കൂറിനകം വരാന്ന് പറഞ്ഞിട്ട് പോയതാ. ഇപ്പൊ മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞു. എന്നെയാടോ അവിടെ?
എല്ലാം കണ്ടു, എവരെയൊക്കെ പരിചയപ്പെട്ടു. നല്ല ആൾക്കാരാണ് കേട്ടോ. പ്രഭാകരനല്ല ലേറ്റായി. ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു സാറേ. ആണോ? കീ കൊണ്ടുവന്നല്ലോ. കൊണ്ടുവന്നു. ഞാൻ ഫിലിം എടുത്തോണ്ട് വന്നിട്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഫിലിം എടുക്കാൻ വന്നതാണ്. അല്ല ഫിലിം പ്രൊഡ്യൂസ് ചെയ്യണോ? എടോ, എന്റെ അപ്പച്ചൻ പ്രൊഡ്യൂസ് ചെയ്തതാ വർഷങ്ങൾക്ക് മുമ്പ്, 35 വർഷങ്ങൾക്ക് മുമ്പ്. നല്ല രീതിയിൽ പടം തീർത്തു. പക്ഷെ റിലീസ് ചെയ്യാനുള്ള കാശ് അപ്പച്ചൻ്റെ ഇല്ലായിരുന്നു. അതുകൊണ്ട് പടം പെട്ടിക്ക് തിരിഞ്ഞു. ഇപ്പൊ അപ്പച്ചനൊരു ആഗ്രഹം, എങ്ങനെയെങ്കിലും അതൊന്ന് കാണണം. മോനായി പോയില്ലേ, അപ്പച്ചന്റെ ആഗ്രഹം നിറവേറ്റാമെന്ന് കരുതിയാ വന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഫിലിം എടുക്കാനാ വന്നത്. അപ്പൊ പെട്ടിയെടുക്കാനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ലേ? ഓ കർത്താവേ, എന്റെ അപ്പച്ചൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയുടെ പേരെന്നാന്നറിയാവോ? എന്താ? പൂക്കുന്ന സുന്ദരി. ബെസ്റ്റ് പേര്. പക്ഷെ 10-35 കൊല്ലായിട്ട് ഇപ്പഴാ പൂക്കുന്നേന്നുള്ളൂ. അതെ, നീ പറഞ്ഞ കറക്റ്റാ. കർത്താവേ, ഇപ്പോഴാ ഇതിന് വെളിച്ചം കാണാൻ യോഗ ഉണ്ടായി. കങ്ങഴശ്ശേരി പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇതിന്റെ പ്രദർശനം നടക്കുന്നുണ്ട്. പൂക്കുന്ന സുന്ദരിയുടെ. എല്ലാവരും തലേദിവസം തന്നെ എത്തിയേക്കണേ, മറക്കല്ലേ. പറ്റിക്കോ? ഇല്ലല്ലോ. പിടിച്ചാട്ടെ ചേട്ടാ. പിന്നെ ഈ സ്റ്റുഡിയോ വിൽക്കുമെങ്കിൽ ഒന്ന് അറിയിച്ചേക്കണേ. തെങ്ങ് കൃഷി നടത്താനാ.